നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 18, മകരം 4 ഞായറാഴ്ചയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് 100 ന്യൂസിലേക്ക് നമ്മൾ കടക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് SITക്ക് VSSC സമർപ്പിച്ച പരിശോധനാ ഫലം അന്വേഷണ സംഘത്തിന് കൈമാറി. KP ശങ്കരദാസിനെ വിദഗ്ധ ഡോക്ടർമാർ ഇന്ന് പരിശോധിച്ചേക്കും. കൊടിമര പുനഃപ്രതിഷ്ഠാ ക്രമക്കേടിൽ വിവരം ശേഖരിച്ച SIT UDF നിയോഗിച്ച ദേവസ്വം ബോർഡിനെതിരെ കേസെടുത്തേക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴും. പോയിന്റ് പട്ടികയിൽ കണ്ണൂർ മുന്നിൽ, കോഴിക്കോടും പാലക്കാടും തൊട്ടുപിന്നിൽ. കലാമാമാങ്കത്തിന്റെ സമാപന സമ്മേളനത്തിൽ നടൻ മോഹൻലാൽ എത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി CPIM. കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. തിരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ചർച്ച നടന്നു. തമിഴ്നാട്ടിൽ DMKയുമായുള്ള സഖ്യം തുടരും. സംസ്ഥാനത്ത് പാർട്ടിയെ ആര് നയിക്കണമെന്നതിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ടിൽ തുടരന്വേഷണവുമായി വിജിലൻസ്. KSEB ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയത് വ്യാപക ക്രമക്കേടുകൾ. ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കാൻ വിജിലൻസ്. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാനാധ്യാപിക സുജയുടെ സസ്പെൻഷൻ പിൻവലിച്ചു. ഇതോടെ അധ്യാപിക തിരികെ ജോലിയിൽ പ്രവേശിച്ചു. 2025 ജൂലൈ 17-നായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. സ്കൂളിലെ വാഹന ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോൾ മിഥുൻ എന്ന വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റ് മരിക്കുകയായിരുന്നു. ശബരിമല മകരവിളക്ക് ഉത്സവകാല തീർത്ഥാടനത്തിന് നാളെ സമാപനം. ദർശനം നാളെ രാത്രി 10-ന് അവസാനിക്കും. വൈകിട്ട് 6-ന് ശേഷം ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. അത്താഴപൂജയ്ക്ക് ശേഷം ഗുരുതിയോടെ ഈ വർഷത്തെ മകരവിളക്ക് തീർത്ഥാടനം സമാപിക്കും. ജമ്മുകശ്മീരിൽ വീണ്ടും പാക് ഡ്രോൺ സാന്നിധ്യം. സാംബയിലെ അതിർത്തിക്ക് സമീപമാണ് പാക് ഡ്രോൺ കണ്ടെത്തിയത്. 5 മിനിറ്റ് നേരം പ്രദേശത്തുകൂടി പറന്ന ശേഷം പാകിസ്ഥാൻ ഭാഗത്തേക്ക് നീങ്ങി. അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കി. ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ വീണ്ടും സമരത്തിലേക്ക്. മന്ത്രി ഉൾപ്പെടെ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ സമരം. ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പണി ഉടൻ പൂർത്തിയാക്കണമെന്നും ക്യാമ്പസിനുള്ളിലെ റോഡ് നവീകരിക്കണമെന്നും വിദ്യാർത്ഥികൾ. പഴയ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനാ ഫീസ് കുറച്ച് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ്. 15-20 വർഷം പഴക്കമുള്ള വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസ് 50% കുറച്ചു. നടപടി ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. സംസ്ഥാന സർക്കാർ ഇളവ് അനുവദിച്ചത് കേന്ദ്രം വർദ്ധിപ്പിച്ച ഫീസിൽ. കാലിക്കറ്റ് സർവകലാശാല VC നിയമനാഭിമുഖം ഇന്നും നാളെയുമായി നടക്കും. അഭിമുഖം സംഘടിപ്പിക്കുന്നത് ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി. കൂടിക്കാഴ്ചയ്ക്കായി ക്ഷണിച്ചിട്ടുള്ളത് 37 അപേക്ഷകരെ. നടത്തിപ്പ് ചുമതല ലോക് ഭവൻ ലെയ്സൺ ഓഫീസർക്ക്. ഇതോടെ സംസ്ഥാനത്തെ 14 സർവകലാശാലകളിൽ 4 സർവകലാശാലകളിലും സ്ഥിരം വൈസ് ചാൻസലർമാരാകും. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം തുടരുന്നു. 830 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ജയറാമുദി മെയ്നാപൂർ റെയിൽവേ പാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും നടത്തും. 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ട്രംപിന്റെ തീരുവ പ്രഹരം. 10% ഇറക്കുമതി തീരുവ ചുമത്തി അമേരിക്ക. ഫെബ്രുവരി 1 മുതൽ പുതിയ തീരുവ നിലവിൽ വരും. ട്രംപിന്റെ പ്രതികാര നടപടി ഗ്രീൻലൻഡിനെ നിയന്ത്രിക്കാനുള്ള US-ന്റെ നീക്കത്തെ പിന്തുണയ്ക്കാത്ത രാജ്യങ്ങൾക്കെതിരെ. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. ജനുവരി 23-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ചെലവഴിക്കുക 2 മണിക്കൂർ മാത്രം. പുത്തരിക്കണ്ടം മൈതാനത്തെ വേദിയിൽ 2 പരിപാടികൾ. എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം. വാവേലി കുളങ്ങാട്ടുകുഴി റോഡിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനകളെ കാട്ടിലേക്ക് തുരത്തി. വന്യജീവി സംഘർഷം രൂക്ഷമായ പഞ്ചായത്തുകളിൽ ലെയ്സൺ ഓഫീസർമാരെ നിയോഗിക്കാൻ വനം വകുപ്പ്. നടപടി വന്യജീവികളെ പ്രതിരോധിക്കാൻ നടപ്പാക്കുന്ന ലാൻഡ്സ്കേപ്പ് പ്ലാനിന്റെ ഭാഗമായി. മുതിർന്ന CPIM നേതാവ് AK ബാലനെതിരെ അധിക്ഷേപ പരാമർശവുമായി KM ഷാജി. മൂത്ത് നരച്ച് ബുദ്ധി കുറവായെന്ന അധിക്ഷേപം.
തടവുകാരുടെ വേതനം കൂട്ടിയതിലും മുസ്ലിം ലീഗ് നേതാവിന്റെ വിമർശനം. കോഴിക്കോട് ഫറോക്ക് താലൂക്ക് ആശുപത്രിയിൽ ക്ലർക്കിന് മർദ്ദനം. ഫറോക്ക് സ്വദേശി അബ്ദുൾ മനാഫിനെതിരെ പരാതി. താലൂക്ക് ആശുപത്രി ജീവനക്കാരൻ സജിക്ക് പരുക്ക്. പ്രകോപന കാരണം വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടി പെട്ടെന്ന് ലഭിക്കാത്തത്. അമരവിളയിൽ NK സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തുടക്കം കുറിച്ച ഡോക്ടർ AP മജീദ് ഖാന്റെ അനുസ്മരണ സമ്മേളനം നടത്തി. K അൻസലൻ MLA ഉദ്ഘാടനം ചെയ്തു. അമരവിള തമ്പിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. തമ്പുരു മ്യൂസിക് റോട്ടറി ക്ലബ്, കോഴിക്കോട് സൗത്ത് ആൻഡ് ആക്റ്റീവ് കോഴിക്കോട് സംയുക്തമായി P ജയചന്ദ്രൻ പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം മോഹൻ സിത്താരയ്ക്ക് 30,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. സിനിമ പിന്നണി ഗായകനുള്ള പുരസ്കാരം PK സുനിൽകുമാറിന് 20,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. മഹാകവി പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം OV ഉഷയ്ക്ക്. പുരസ്കാരം ലഭിച്ചത് പ്രിയ കവിതകൾ എന്ന കാവ്യസമാഹാരത്തിന്. ഫെബ്രുവരി 1 പുരസ്കാരം സമ്മാനിക്കും. ആലുവ രാജഗിരി ആശുപത്രിയിൽ നടന്ന മാനവ വിഭവശേഷി കോൺക്ലേവ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാജഗിരി ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കോൺക്ലേവിൽ ഹോസ്പിറ്റൽ സിഇഒമാരും HR മേധാവികളും ഉൾപ്പെടെ 200ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. കോഴിക്കോട് അതിരാത്രം നടത്താൻ കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ. അതിരാത്രം ആചാര്യ ശ്രീ രാജേഷിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 17 മുതൽ 26 വരെ കോഴിക്കോട് അതിരാത്രം സംഘടിപ്പിക്കുന്നത് ചരിത്രത്തിലാദ്യമായി. അതിരാത്രം നടക്കുക കക്കോടി വേദ മഹാമന്ദിരത്തിൽ വെച്ച്. പ്രസിഡന്റ് സെക്രട്ടറി തർക്കമൊഴിയാതെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ വാഹനത്തിന്റെ ടയറിന്റെ കാറ്റ് അഴിച്ചുവിട്ടതായി പരാതി. പ്രസിഡന്റ് മാനസികമായി ദ്രോഹിക്കുന്നുവെന്ന് സെക്രട്ടറി നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. രാജ്യത്തെ കാർഷിക മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കം പ്രതിഷേധാർഹമെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലീംകുമാർ. കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം അടിമാലിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സലീംകുമാർ. അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവല്ലയിൽ പുഷ്പോത്സവം. ജനുവരി 22 മുതൽ ഫെബ്രുവരി 1 വരെ മുനിസിപ്പൽ മൈതാനിയിൽ പരിപാടിയെന്ന് ഭാരവാഹികൾ. മാത്യു T തോമസ് MLA ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ BSc നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയവർക്ക് ബിരുദദാനം നൽകി. ആലപ്പുഴ ജില്ലാ കളക്ടർ ശ്രീ അലക്സ് വർഗീസ് IAS, കേരള ആരോഗ്യ സർവകലാശാല പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ CP വിജയൻ എന്നിവർ പങ്കെടുത്തു. 65 വിദ്യാർത്ഥികൾ ബിരുദം ഏറ്റുവാങ്ങി. കേരളത്തിന്റെ പൊതുവിതരണ സംവിധാനം രാജ്യത്തിന് മാതൃകയെന്ന് മന്ത്രി GR അനിൽ. 39,000 കുടുംബങ്ങൾക്ക് പുതുതായി മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെടുമങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ R ജയദേവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങി. ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ യോഗം നടന്നു. ജില്ലാ മിഷൻ കോർഡിനേറ്റർ അരുൺ രാജ് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സർവീസ് സ്കീമിന്റെ ഇടപെടലിൽ ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പാലക്കാട് ആലത്തൂർ SN കോളേജ് NSS യൂണിറ്റിന്റെ ഇടപെടലിൽ വിദ്യാർത്ഥികളുടെയും പ്രദേശവാസികളുടെയും ദീർഘനാളത്തെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി. MLAമാരായ KD പ്രസന്നനും PP സുമോദും ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. മലപ്പുറം പെരിയമ്പലത്ത് വർക്ക്ഷോപ്പിന്റെ പെയിന്റിംഗ് തൊഴിലാളി കിണറ്റിൽ വീണ് മരിച്ചത് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് സമീപം താമസിക്കുന്ന ജയകൃഷ്ണൻ. ഏറെ നേരം കാണാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ജയകൃഷ്ണനെ വർക്ക്ഷോപ്പിന് പിന്നിലെ കിണറ്റിൽ വീണ് കിടക്കുന്നതായി കണ്ടത്. ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. SNDP യോഗം കണയന്നൂർ യൂണിയൻ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടന്ന തിരുവാതിരക്കളിയിൽ 1300-ലധികം വനിതകളാണ് പങ്കെടുത്തത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് മെഗാ തിരുവാതിര ഉദ്ഘാടനം ചെയ്തത്. അനന്തപുരം സഹകരണ സംഘം വാർഷികാഘോഷം മേയർ VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സ്ഥിര നിക്ഷേപം ശ്രീകണ്ഠേശ്വരം കൗൺസിലർ സുകന്യയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങി. വട്ടിയൂർക്കാവ് ബ്രാഞ്ച് ഹാളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സംസ്ഥാന സബ് ജൂനിയർ വോളിബോൾ മത്സരം
പോത്തൻകോട് ലക്ഷ്മി വിലാസം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി പി പ്രവീൺ അധ്യക്ഷനായി. മത്സരങ്ങൾ ഇന്ന് സമാപിക്കും. ഇനി പ്രധാന അറിയിപ്പുകൾ. ആനമങ്ങാട് മണലായ റോഡിൽ കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഭാരം കൂടിയ വാഹനങ്ങളുടെ ഗതാഗതം ജനുവരി 17 മുതൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതുവരെ പൂർണ്ണമായും നിരോധിച്ചു. കെൽട്രോൺ 2026 അധ്യയന വർഷത്തിൽ വിവിധ മാധ്യമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രിന്റ് മീഡിയ, ടെലിവിഷൻ ജേർണലിസം, ഡിജിറ്റൽ മീഡിയ, പബ്ലിക് റിലേഷൻ, അഡ്വർടൈസിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ കെൽട്രോൺ പരിശീലന കേന്ദ്രങ്ങളിൽ അപേക്ഷിക്കണം. അവസാന തീയതി ജനുവരി 26. പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ UP വായനോത്സവം ജില്ലാതല മത്സരങ്ങൾ ഇന്ന് വെള്ളിനേഴി കലാഗ്രാമം, വെള്ളിനേഴി GLP സ്കൂൾ എന്നിവിടങ്ങളിൽ നടത്തും. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ K പ്രേംകുമാർ MLA മുഖ്യാതിഥിയാകും. കേരള കാർഷിക സർവകലാശാലയിലെ ഒഴിവുള്ള MSc MTech സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നാളെ രാവിലെ 10-ന് വെള്ളാനിക്കരയിലെ ആസ്ഥാനത്ത്. കുടുംബശ്രീ സംസ്ഥാന മിഷനിൽ ഒഴിവുള്ള സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ തസ്തികയിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഓൺലൈനായി ഫെബ്രുവരി 5-ന് വൈകിട്ട് 5 മണി വരെ സമർപ്പിക്കാം. കേരള സ്റ്റേറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിലും അനുബന്ധ കേന്ദ്രങ്ങളിലും വിവിധ തസ്തികകളിലേക്ക് നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.kstumuseum.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പാറശാല 110 kV സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്ന് പകൽ പാറശാല, ഉച്ചക്കട, പൂഴിക്കുന്ന്, ഉദിയൻകുളങ്ങര, കുന്നത്തുകാൽ, വെള്ളറട, അമ്പൂരി, പൂവാർ, കോട്ടുകാൽ സെക്ഷൻ പരിധികളിൽ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. നോക്കാം ദേശീയ വാർത്തകൾ. ഇൻഡിഗോ വിമാന കമ്പനിക്ക് 22 കോടിയിലധികം രൂപ പിഴയിട്ട് DGCA. ഡിസംബറിൽ വിമാന സർവീസുകൾ വ്യാപകമായി തടസ്സപ്പെട്ടതിലാണ് കടുത്ത നടപടി. 50 കോടി രൂപ ബാങ്ക് ഗ്യാരണ്ടി നൽകാനും DGCA ഉത്തരവിട്ടു. 4-അംഗ കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരമാണ് നടപടി. വായു മലിനീകരണം രൂക്ഷമായതോടെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ഡൽഹി സർക്കാർ. ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിന്റെ 4-ാം ഘട്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വായു ഗുണനിലവാര സൂചിക 400-ന് മുകളിലായതോടെയാണ് നടപടി. ഡൽഹിയിലും പലയിടത്തും പുകമഞ്ഞ് രൂക്ഷമാണ്. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനും റഷ്യയുമായി സംയുക്തമായി നിർമ്മിക്കാനുമുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകി പ്രതിരോധ മന്ത്രാലയം. നടപടി വ്യോമ പ്രതിരോധത്തിലെ നിർണായക വിടവുകൾ നികത്തുന്നതിനായി. രാജ്യത്ത് പണത്തിന് ഒരു കുറവുമില്ലെന്നും ഗ്രാമങ്ങൾക്കും ദരിദ്രർക്കും കർഷകർക്കും വേണ്ടി സത്യസന്ധമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ ആവശ്യമാണെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. മധ്യപ്രദേശിലെ വിദിഷയിൽ വിവിധ റോഡ് പദ്ധതികൾക്ക് തറക്കല്ലിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയെ ലോക ഗുരുവാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും നിതിൻ ഗഡ്കരി. 2025 ഡിസംബർ 8-ന് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് കസ്റ്റഡിയിലെടുത്ത 16 ഇന്ത്യൻ നാവികർക്ക് കോൺസുലാർ ആക്സസ് അനുവദിക്കണമെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നാവികർ ഇറാനിൽ ജുഡീഷ്യൽ നടപടിക്രമങ്ങൾക്ക് വിധേയരാക്കാമെന്ന് ഇന്ത്യൻ എംബസി. ചെന്നൈ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റ് ഇന്ന് സമാപിക്കും. ഇത്തവണ ബുക്ക് ഫെസ്റ്റിൽ പങ്കാളികളായത് 102 രാജ്യങ്ങളിൽ നിന്നുള്ള 300 പ്രസാധകർ. രാജസ്ഥാനിലെ അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട FIR-കളിൽ 77% ആരവല്ലി പർവ്വതനിരകളിൽ ഉള്ളതെന്ന് റിപ്പോർട്ട്. ആരവല്ലി കുന്നിലെ ഖനനത്തിനെതിരായ സംരക്ഷണങ്ങൾ നീക്കം ചെയ്യുന്നതിലൂടെ സ്ഥിതി കൂടുതൽ വഷളാകാൻ സാധ്യതയെന്ന് വിദഗ്ധർ. അണ്ണാ DMK-യുടെ ആദ്യഘട്ട പ്രകടന പത്രികയെ വിമർശിച്ച മന്ത്രി S. രഘുപതി. DMK-യുടെ മുൻകാല പ്രകടന പത്രികകൾ കോപ്പിയടിച്ചാണ് അണ്ണാ DMK പ്രകടന പത്രിക പുറത്തിറക്കിയതെന്ന് S. രഘുപതി. തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ച പൊങ്കൽ സമ്മാനങ്ങൾ ജനുവരി അവസാനം വരെ ലഭ്യമാക്കും. പല റേഷൻ കാർഡ് ഉടമകൾക്കും കിറ്റും 3000 രൂപയും വാങ്ങാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് തീയതി നീട്ടിയത്. തമിഴ്നാട്ടിൽ സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിൽ NDA പൊതുയോഗത്തിൽ പങ്കെടുക്കും. 23-നാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെത്തുകയെന്ന് കേന്ദ്രമന്ത്രി L. മുരുകൻ. ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് കർഷകർക്കുണ്ടായ നാശനഷ്ടങ്ങൾക്കായി 111.96 കോടി അനുവദിച്ച് തമിഴ്നാട് സർക്കാർ.
84,848 കർഷകർക്ക് ഗുണം ലഭിക്കും. 1.39 ലക്ഷം ഏക്കർ സ്ഥലത്തെ കാർഷിക വിളകളാണ് ചുഴലിക്കാറ്റിൽ നശിച്ചത്. ഇനി രാജ്യാന്തര വാർത്തകൾ. ഉഗാണ്ടൻ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട യോവേരി മുസേവേനി ഉഗാണ്ടയുടെ പ്രസിഡന്റാകുന്നത് 7ാം തവണ. ഈജിപ്തിനും എത്യോപ്യയ്ക്കുമിടയിലുള്ള നൈൽ നദീജല തർക്കത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനത്തെ സ്വാഗതം ചെയ്ത് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി. ഇടപെടൽ ഈജിപ്ത് വളരെ കാലമായി എതിർത്ത പദ്ധതി. വൻ ഊർജ്ജ പ്രതിസന്ധി നേരിട്ട യുക്രൈൻ. ഊർജ്ജ ഉപകരണങ്ങളുടെ ഇറക്കുമതി കഴിയുന്നത്ര വേഗത്തിലാക്കാൻ ഉത്തരവിട്ട പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി. വീണ്ടും തായ്വാൻ തീരത്ത് പ്രകോപനവുമായി ചൈന. ദക്ഷിണ ചൈന കടലിൽ തായ്വാന് മുകളിലൂടെ ചൈനീസ് ഡ്രോൺ പറത്തിയതായി ആരോപണം. വെനസ്വേലയിൽ അധികാരം ശക്തിപ്പെടുത്താൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ്. ആഭ്യന്തര ഭീഷണികളിൽ നിന്ന് സ്വയം സംരക്ഷിക്കുന്നതിനായി വിശ്വസ്തരെ പ്രധാന പദവികളിൽ നിയമിക്കുന്നതായി റിപ്പോർട്ട്. ഗ്രീൻലൻഡുകാരുടെ സ്വയം നിർണയാവകാശത്തെ അമേരിക്ക മാനിക്കണമെന്നാവശ്യപ്പെട്ട് ഡെൻമാർക്കിൽ പ്രതിഷേധം ദ്വീപ് പിടിച്ചെടുക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കിടെ. സ്വകാര്യ വിവരങ്ങൾ ശേഖരിച്ച് മാർക്കറ്റിംഗ് പ്രൊമോഷൻ നടത്തിയതിന് സൗദിയിലെ നിരവധി സ്ഥാപനങ്ങൾക്ക് പിഴ. 48 പരാതികളിൽ തീരുമാനമെടുത്തത് സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി. നടപടിയെടുത്തത് വ്യക്തിഗത ഡാറ്റ സംരക്ഷണ അവലോകന കമ്മിറ്റി. വിശുദ്ധ റമദാൻ മാസത്തിൽ മക്ക, മദീന, ഹറം പള്ളികളിൽ തീർത്ഥാടകർക്കായി വിപുലമായ ഡിജിറ്റൽ സേവനങ്ങൾ ഒരുങ്ങുന്നു. സൗജന്യ വൈഫൈ ഉൾപ്പെടെയുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് ഹറമൈൻ അതോറിറ്റി. തീർത്ഥാടകരുടെ യാത്രയും കർമ്മങ്ങളും കൂടുതൽ സുഗമമാക്കുക ലക്ഷ്യം. ഐക്യദാർഢ്യദിനം ആചരിച്ച് UAE. ഐക്യദാർഢ്യദിനം ആചരിക്കുന്നത് ഹൂതി വിമതർ അബുദാബിയിൽ നടത്തിയ ആക്രമണത്തിന്റെ വാർഷികത്തിൽ. സ്ഥിരതയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി UAE നിലകൊള്ളുമെന്ന് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. ഈത്തപ്പഴ കയറ്റുമതിയിൽ ആഗോളതലത്തിൽ ഒന്നാമതെത്തി സൗദി അറേബ്യ. രാജ്യത്തിന്റെ ഈത്തപ്പഴ ഉത്പാദനം 19 ലക്ഷം ടൺ കവിഞ്ഞു. കയറ്റുമതി മൂല്യം ഏകദേശം 170 കോടി റിയാലിലെത്തി. സൗദി ഈത്തപ്പഴം കയറ്റുമതി ചെയ്യുന്നത് 133 രാജ്യങ്ങളിലേക്ക്. ICICI ബാങ്കിന്റെ 2025 ഡിസംബർ പാദത്തിലെ സംയോജിത അറ്റാദായം 2.68% കുറഞ്ഞ് 12,537.98 കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഒക്ടോബർ ഡിസംബർ കാലയളവിൽ അറ്റാദായം 12,883.37 കോടി രൂപയായിരുന്നു. മൂന്നാം പാദത്തിൽ HDFC ബാങ്കിന്റെ ലാഭം 12.17% ഉയർന്ന് 19,807 കോടി രൂപയായി. കോർ അറ്റ പലിശ വരുമാനം 6.4% വർദ്ധിച്ച് 32,600 കോടി രൂപയായപ്പോൾ പലിശേതര വരുമാനം 13,250 കോടി രൂപയായി. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വിവിധ മേഖലകൾക്ക് ഉത്തേജനം നൽകുമെന്ന് പ്രതീക്ഷ. തുണിത്തരങ്ങൾ, മരുന്നുകൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ എന്നിവയുടെ കയറ്റുമതി വർദ്ധിക്കാൻ സാധ്യത. ബ്രൈൽ ക്രീം, ടോണി ആൻഡ് ഗൈ, ബെഡേദാസ് എന്നിവയുടെ ആഗോള അവകാശങ്ങൾ സ്വന്തമാക്കി റിലയൻസ് കൺസ്യൂമർ. കുട്ടികളുടെ വ്യക്തിഗത പരിചരണ വിഭാഗത്തിൽ ഉൾപ്പെടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് റിലയൻസ്. ഇന്ത്യൻ ഓഹരി വിപണികളിൽ നിന്ന് 14,266 കോടി രൂപ പിൻവലിച്ച് വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ. കണക്കുകൾ പുറത്തുവിട്ട് നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ്. ഇന്ത്യയുടെ യൂട്ടിലിറ്റി സ്കെയിൽ സൗരോർജ്ജ ശേഷി 55% വർദ്ധിച്ച് 28.6 ജിഗാവാട്ടായി. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന നിരവധി പദ്ധതികൾ കമ്മീഷൻ ചെയ്തതും പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിച്ചതും വർധനയ്ക്ക് കാരണമായി. ഭൂകമ്പ പ്രതിരോധ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനായി 380 കോടി രൂപ നിക്ഷേപിക്കുമെന്ന് റിയൽറ്റി സ്ഥാപനമായ സിഗ്നേച്ചർ ഗ്ലോബൽ. ഇൻഡോ ഇറ്റാലിയൻ സംയോജിത പദ്ധതി നടപ്പിലാക്കുമെന്ന് കമ്പനി. സംയുക്ത സംരംഭമായ CECO ഹിരുൺ പ്രൈവറ്റ് ലിമിറ്റഡുമായി 380 കോടിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ഇന്ത്യയുടെ സമുദ്ര സമ്പദ്വ്യവസ്ഥയുടെ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇന്ത്യയുടെ ഭാവി ഉപയോഗിക്കപ്പെടാത്ത സമുദ്ര വിഭവങ്ങളിൽ നിന്നായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി. കായിക വാർത്തകളിലേക്ക്. ഇന്ത്യ ന്യൂസിലാൻഡ് മൂന്നാം ഏകദിനം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഇൻഡോറിലാണ് മത്സരം. ജയിക്കുന്നവർക്ക് പരമ്പര സ്വന്തമാക്കാം. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡിന് ജയം. എതിരില്ലാത്ത 2 ഗോളിന് ലെവാൻഡയെ തകർത്തു.
വനിതാ പ്രീമിയർ ലീഗിൽ വിജയക്കുതിപ്പ് തുടർന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 8 വിക്കറ്റിന്റെ ജയം സ്വന്തമാക്കി. മുൻ ചാമ്പ്യന്മാർ ക്യാപിറ്റൽസ് ഉയർത്തിയ 167 റൺസ് വിജയലക്ഷ്യം 10 പന്തുകൾ ബാക്കി നിൽക്കെ 2 വിക്കറ്റ് നഷ്ടപ്പെടുത്തി RCB മറികടന്നു. ആഫ്രിക്കൻ വൻകരയുടെ ഫുട്ബോൾ രാജാക്കന്മാരെ ഇന്നറിയാം. ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് ഫൈനലിൽ സെനഗൽ രാത്രി 12:30 മൊറോക്കോയെ നേരിടും. നോക്കാം കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. സംവിധായകൻ ജി മാർത്താണ്ഡൻ ഒരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായ ഓട്ടം തുള്ളലിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. GKS പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മോഹനൻ നെല്ലിക്കാട്ടാണ് നിർമ്മാണം. ബിനു ശശിറാം രചന നിർവഹിക്കുന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് വിജയരാഘവൻ, കലാഭവൻ ഷാജോൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഹരിശ്രീ അശോകൻ എന്നിവർ. ക്രിസ്മസ് റിലീസായ നിവിൻ പോളി ചിത്രം സർവമായ ഇതുവരെ നേടിയത് 135.55 കോടി രൂപ. നേട്ടം റിലീസ് ചെയ്ത് 22 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം സിനിമ നേടിയത് 13.7 കോടി. അല്ലു അർജുൻ ചിത്രം പുഷ്പ 2 ദ റൂൾ ജപ്പാനിൽ റിലീസ് ചെയ്തു. ചിത്രത്തിന് ജാപ്പനീസ് പ്രേക്ഷകർ നൽകുന്നത് മികച്ച സ്വീകരണമെന്ന് റിപ്പോർട്ട്. ജപ്പാനിലെ പ്രമുഖ തിയേറ്ററുകളിലെല്ലാം ചിത്രം എത്തിയിട്ടുണ്ട്. തുടരുമെന്ന സിനിമയ്ക്ക് ശേഷം തരുൺ മൂർത്തിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രത്തിന് തുടക്കം. വലിയ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ മീര ജാസ്മിനാണ് നായിക. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിക്കുന്നത്. നടൻ ഷെയ്ൻ നിഗം പോലീസ് വേഷത്തിലെത്തുന്ന ദൃഢം സിനിമയുടെ റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്റർ പുറത്ത്. നവാഗതനായ മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം മാർച്ചിൽ റിലീസ് ചെയ്യും. ഒഡീഷയിലെ റൂർക്കേലയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം തകർന്നു വീണുവെന്ന വാദത്തോടെ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. 2026 ആദ്യ വിമാനാപകടമാണ് ഇതെന്ന തരത്തിലാണ് വീഡിയോ. തെറ്റായ തലക്കെട്ടിൽ പ്രചരിക്കുന്ന വ്യാജ വീഡിയോ ആണിത്. ലേറ്റസ്റ്റ് ന്യൂസ്. നാസയുടെ ആർട്ടമിസ് 2 ദൗത്യത്തിന്റെ ഭാഗമായ സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റ് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലെ വിക്ഷേപണത്തറയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നു. 12 മണിക്കൂർ നീളുന്ന ദൗത്യം ആരംഭിച്ചത് ഇന്നലെ ഫെബ്രുവരി 6 ചന്ദ്രനെ വലം വയ്ക്കാനുള്ള ആർട്ടമിസ് 2 ദൗത്യം വിക്ഷേപിക്കുന്നത്. ഇറാനിലുണ്ടായ മരണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും അപവാദങ്ങൾക്കും അമേരിക്കൻ പ്രസിഡന്റിനെ കുറ്റവാളിയായി കണക്കാക്കുന്നുവെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. അമേരിക്കയുമായും ഇസ്രയേലുമായും ബന്ധമുള്ളവർ ഇറാനിൽ കനത്ത നാശനഷ്ടം വരുത്തിയതായും ആയിരക്കണക്കിന് പേരെ വധിക്കുകയും ചെയ്തുവെന്ന് ഖമനേയി. ഗ്രീൻലൻഡ് ഏറ്റെടുക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തെ പിന്തുണയ്ക്കാത്ത 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ 10% തീരുവ ചുമത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫെബ്രുവരി 1 മുതൽ തീരുവ നിലവിൽ വരും. ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, ഡെൻമാർക്ക്, നെതർലൻഡ്സ്, ഫിൻലൻഡ്, നോർവേ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് പുതിയ തീരുവ പ്രഖ്യാപിച്ചത്. ജൂൺ 1 മുതൽ തീരുവ 25% വർദ്ധിപ്പിക്കുമെന്നും ട്രംപ്. കിഴക്കൻ ഓസ്ട്രേലിയയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കം. 20 പേരെ രക്ഷപ്പെടുത്തി. പേമാരിയെ തുടർന്ന് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറണമെന്ന് താമസക്കാർക്ക് മുന്നറിയിപ്പ്. 25 വർഷത്തെ ചർച്ചകൾക്ക് ശേഷം യൂറോപ്യൻ യൂണിയനിലെ എക്കാലത്തെയും വലിയ വ്യാപാര കരാറിന് വഴിയൊരുക്കി ദക്ഷിണ അമേരിക്കൻ ബ്ലോക്കായ മെർക്കോസർ. താരിഫ് കുറയ്ക്കുന്നതിനും 2 പ്രദേശങ്ങൾക്കിടയിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത കരാറിന് യൂറോപ്യൻ പാർലമെന്റിന്റെ അനുമതി ഇപ്പോൾ കിട്ടിയത്. റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് ജനുവരി 21 മുതൽ 29 വരെ രാഷ്ട്രപതി ഭവനിൽ പൊതുജനങ്ങൾക്ക് സന്ദർശനം അനുവദിക്കില്ല. ഡൽഹിയിലെ കർത്തവ്യ പഥിന് ചുറ്റുമുള്ള റോഡുകൾ അടച്ചിടുമെന്ന് ഡൽഹി പോലീസ്. ജനുവരി 20 റായ്ബറേലിയിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യാൻ രാഹുൽ ഗാന്ധി. NREGA നിർത്തലാക്കിയതിനെതിരെ ചേരുന്ന യോഗത്തിലാണ് പങ്കെടുക്കുക. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ തീപിടുത്തം. തീ നിയന്ത്രണ വിധേയം. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.